പാറു, ഇത് ഞാൻ നോക്കിക്കോളാം. നീ സുൽഫീക്കറിനുള്ളത് എടുത്തു കൊടുക്ക്. നീലോ, നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? അല്ലെങ്കിലും ഈ നീരു എപ്പോ നോക്കിയാലും ഇങ്ങനെ തന്നെയാ. ഇതൊക്കെ ഒരു തമാശയല്ലേ എന്റെ നീലുവോ? അതെന്തിനാപ്പോ അന്റെ വല്യമ്മക്ക് ദേഷ്യം വന്നിരിക്കുന്നേ? എന്താ അവിടെ? എന്താ, ഞാൻ തിരികെ പോണോ? എന്തിനാ തങ്കമ്മേ നീ എപ്പോഴും ആ കൊച്ചിനെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അതിനാണോ നീ ആ കൊച്ചിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? എന്നിട്ട് എപ്പോഴാ മടക്കം? എന്തു പറഞ്ഞു? തണുത്ത ചോറ് കുറച്ചിരിപ്പുണ്ട്, അത് എടുത്തു തരട്ടെ കല്യാണ ചേച്ചി? മോളെ, ഞാൻ ഇന്നലത്തെ തണുത്ത ചോറ് കഴിച്ചത്, അതവിടെ ഒരു പാത്രത്തിലാക്കി കുഞ്ഞുമോൾക്കും എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ? മാമി വഴക്ക് പറയില്ലേ മോളെ?
മോളെ, മുത്തശ്ശി ഇവിടെ ഇല്ലല്ലോ. പിന്നെ നമ്മള് ആരോട് പറയാനാ? മുത്തശ്ശി ഉണ്ടെങ്കി മുത്തശ്ശിയോടെങ്കിലും പറഞ്ഞ് കുറിച്ച് വാങ്ങിക്കായിരുന്നു. കല്യാണി, മാമി, കല്യാണി, അകത്ത് എന്തോരം ജോലി കിടക്കുന്നു, എന്നിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? മാമി, മാമി അല്ലേ പറഞ്ഞത് പുറത്തെ പുല്ലെല്ലാം പറിക്കാൻ? ഞാൻ അതെല്ലാം പറിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വന്നപ്പോ നീ ജോലി ചെയ്യുന്നതൊന്നും കണ്ടില്ലല്ലോ. നീ ആ നാശം പിടിച്ച പെണ്ണിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണല്ലോ. എന്തിനാ രണ്ടുപേരും ഇവിടെ കിന്നാരം പറഞ്ഞോണ്ട് നിൽക്കുന്നത്? മാമി, അവൾക്ക് വിശക്കുന്നു പറഞ്ഞു വന്നതാ എന്റെ അടുത്തോട്ട്. വിശക്കുന്നതിന് അവിടെ കഴിക്കാനില്ലേ, അതെടുത്ത് കൊട്. ദാ പെണ്ണെ, നീ വേണ്ടാത്ത ശീലമൊന്നും വരുത്തി വെക്കണ്ട. എപ്പോഴും നിനക്ക് ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിച്ചു തരാനേ എവിടെന്നാ കാശ്? എന്തിനാ മാമി അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? എനിക്കൊന്നും വേണ്ടല്ലോ, അവൾക്ക് മാത്രം ഒന്നെങ്കിലും കൊടുത്തൂടെ? ഹോ, അല്ലെങ്കിലും ബിസ്ക്കറ്റ് തിന്നാൻ പറ്റിയ ഒരു പ്രായം. എന്തായിരുന്നു അവൾക്ക്? അവളെ ഒന്ന് പെണ്ണ് കാണാൻ വന്നപ്പോഴേക്കും അവൾക്ക് അവരുടെ മുൻപിലൊന്ന് വന്ന് നിൽക്കാൻ പോലും പറ്റില്ല. എന്നിട്ടും മാമി, ആ കല്യാണം നിങ്ങൾ ഉറപ്പിച്ചല്ലോ, പിന്നെന്താ? ഉറപ്പിച്ചു, അത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു, അതുകൊണ്ട്. മാമി, ഇവൾക്ക് കഴിക്കാൻ ദോശയെങ്കിലും ചുട്ടു കൊടുക്കട്ടെ ഞാൻ? എന്ത് ദോശയോ? അവിടെ തലേന്നത്തെ ചോറിരിപ്പുണ്ടല്ലോ, പിന്നെ അതാരെടുത്ത് കഴിക്കും? മാമി, അത് ഞാൻ കഴിച്ചോളാം. അവൾക്ക് ഒരു ദോശ ചുട്ടു കൊടുക്കട്ടെ? അവൾക്ക് ആ ചോറ് വേണ്ടെന്ന് പറയാ. അങ്ങനെ ഇപ്പോ അവളുടെ ഇഷ്ടത്തിനുള്ള ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കി കൊടുക്കേണ്ട. ഇവിടെ എന്താണോ ഉള്ളത് അതെടുത്ത് കൊടുത്തേക്ക്. എന്നിട്ട് പെട്ടെന്ന് അടുക്കളയിൽ കയറ്. ഉച്ചക്ക് കുറച്ച് ഗസ്റ്റുകൾ ഉണ്ടാവും, അവർക്കൊക്കെ ഫുഡ് ഒരുക്കണം. പെട്ടെന്ന് പോ അടുക്കളയിൽ. ആന്റിന് തക്കട് ഭാവിയോ?